5 ലക്ഷത്തിലധികം കന്നി വോട്ടർമാർ തത്സമയ നിരീക്ഷണത്തിന് വെബ്കാസ്റ്റിംഗ് സുഗമമായ വോട്ടെടുപ്പ് ഉറപ്പുവരുത്തി സംസ്ഥാനത്ത് ലോക്സഭാ ഇലക്ഷൻ നടത്തപ്പെട്ടു. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിൽ സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ഇന്ന് രാവിലെ 7-ന് ആരംഭിച്ചു. വൈകിട്ട് 6 മണി വരെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തി. 2,77,49,159 വോട്ടർമാരാണ് ഇക്കുറി സംസ്ഥാനത്ത് ഉള്ളത്. ഇവരിൽ 1,43,33,499 പേർ സ്ത്രീകളായിരുന്നു. ആകെ വോട്ടർമാരിൽ 5,34,394 പേർ 18-19 പ്രായക്കാരായ കന്നി വോട്ടർമാരാണ്. കൂടാതെ 2,64,232 ഭിന്നശേഷി വോട്ടർമാരും 367 ഭിന്നലിംഗ വോട്ടർമാരും സംസ്ഥാനത്ത് ഉണ്ട്. പ്രായലിംഗ ഭേദമന്യേ മുഴുവൻ വോട്ടർമാരും സമ്മതിദാനാവകാശം വിനിയോഗിച്ച് രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളായി. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് ഇക്കുറി മത്സര രംഗത്ത് ഉള്ളത്. ഇടുക്കി നിയോജക മണ്ഡലത്തിലെ കോഴിമല വോട്ടെടുപ്പ് സെന്ററിലെ കാഴ്ചകളിലേക്ക്. അച്ഛാന്ന് വയ്യാതിരിക്കുക കാല് വേറെ ഓടുണ്ടായിരുന്നു. അവൻ പണിക്കുന്നു അവരുടെ ഓട്ടിന് പോകാന്ന് പറഞ്ഞു. മമ്മി പോകാൻ പറഞ്ഞു. നമ്മള് മഹാത്മാഗാന്ധിയുടെ പാത അതാണ് നമ്മുടെ ലക്ഷ്യം. അത് ഇന്ത്യ നിലനിർത്താൻ വേണ്ടി നമ്മൾ ഗാന്ധി കുടുംബത്തിനോടും ഇന്ത്യയോട് കടപ്പാടുപ്പെട്ടവരാണ്. അക്കൂറ് നമ്മൾ നിലനിർത്തുന്നു. അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ. ഞാനെന്നാ പറയാനാ മക്കളെ, വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തു. ആണോ? ആര് ജയിക്കും? ജയിക്കുന്നവൻ നമ്മൾ. നല്ലൊരു ഭരണത്തിനായി കന്നിവോട്ട് രേഖപ്പെടുത്താനെത്തിയവരുടെ അഭിപ്രായങ്ങൾ ന്യൂസ് 2 സ്റ്റാർ പ്ലസ് എക്സ്ക്ലൂസീവ്. നിങ്ങൾ വോട്ട് ചെയ്തോ? സന്തോഷമുണ്ട്. ഇങ്ങനെ നിങ്ങൾ ചെയ്ത സ്ഥാനാർത്ഥി ജയിക്കുമെന്നുള്ള ഉറപ്പുണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ആഗ്രഹം. ഓക്കെ. നിങ്ങളെല്ലാരും വോട്ട് ചെയ്തോ? കന്നി വോട്ട് ചെയ്തായിരിക്കും അല്ലേ? ഓക്കെ. കന്നി വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് ഉറപ്പാണോ? ഓക്കെ. എങ്ങനെ നമ്മുടെ പുതിയ ഇന്ത്യയുടെ ഭരണത്തെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? നല്ലൊരു ഭരണമായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നു. പാവപ്പെട്ട ജനങ്ങൾക്ക് ഒത്തിരി നിരവധി അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഈ വരുന്ന സ്ഥാനാർത്ഥിക്ക് കഴിയട്ടെ എന്ന് വിശ്വസിക്കുന്നു. നല്ല ആൾക്കാർ ഭരിക്കുകയും രാജ്യത്തെ എല്ലാ മനുഷ്യരും ഒന്നുപോലെ കണ്ടുകൊണ്ട് നല്ല ഭരണം കാഴ്ചവെക്കുകയും ചെയ്യുന്ന പാർട്ടി ജയിച്ചു വരണം. അതാണ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ തൊട്ടുള്ള കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ അതിനോടാണ് നമുക്ക് താല്പര്യം. കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് രാജ്യത്ത് സമാധാനം ഉണ്ടായിട്ടുണ്ട്. അത് ഇനിയും ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്.